ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി എനിക്ക് എഡിറ്റ് ചെയ്ത് വെക്കാനുള്ള സമയം കിട്ടുന്നില്ലാന്നേ. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് രാവിലെ എല്ലാവരും ചെയ്യുന്ന പോലെ ഉറക്കത്തിന് എണീറ്റ് മുടി കെട്ടാനോ അല്ലെങ്കിൽ പോയിരുന്ന് മേക്കപ്പ് ഇടാനുള്ള ഒരു ഇത് എനിക്കില്ല കേട്ടോ. ഞാൻ എണീറ്റ് വന്ന് എൻ്റെ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങനെ ഒന്ന് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതായിട്ട് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതല്ല കേട്ടോ. അത് കാരണം സുന്ദരിയായില്ല എന്ന് നിങ്ങളുടെ ആരുടെയും കമൻറ്റ് വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എന്തെങ്കിലും കാണുന്നത് ഒരു സന്തോഷം തന്നെയാണല്ലോ. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഇടാൻ കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഉറക്കപ്പിച്ചിലെണീറ്റ്, ഇത് നമ്മുടെ കുട്ടന്മാർ ക്ലാസ്സിൽ പോകുന്ന രാവിലെയാണ്. അപ്പോൾ രാവിലെ തന്നെ അവർക്ക് ചോറ് കെട്ടലും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. ഞാൻ ഈ പിന്നാമ്പുറം തിരഞ്ഞു നിന്ന് നിങ്ങളെ വീഡിയോ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നമുക്ക് ഫോൺ വെക്കാനുള്ള സ്പേസ് കണ്ടെത്താൻ പറ്റുന്നില്ലെന്നാ. ആകെക്കൂടി ഒരു കുഞ്ഞി അടുക്കളയാണ്. അതിൻ്റെ അകത്ത് ഞാൻ നിരത്തി പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നിന്ന് ഒതുക്കി സൈഡിലോട്ട് സിങ്കിലോട്ട് ഇടുന്നതാണ് കാണുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം കഴുകലാണ് കേട്ടോ. അതാണ് എനിക്ക് ഹെഡേക്ക് വർക്കായിട്ട് മെയിനായിട്ട് അടുക്കളയിൽ തോന്നുന്നത്. ബാക്കി പാചകം ചെയ്യലോ ഒതുക്കലോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പാത്രം കഴുകൽ മാത്രം ഒരു മെനകെട്ട പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് കഴുകി തീർത്ത് ഒതുക്കി വെക്കുമ്പോൾ എന്തൊരു സുഖമുള്ള എന്ത് ഭംഗിയെന്ന് തോന്നും കേട്ടോ. അങ്ങനെ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതെല്ലാം ഞാൻ സിങ്കിൾ വാരി പറക്കി ഇട്ടേക്കാണെങ്കിൽ കറി ഒതുക്കി അടുപ്പത്താക്കിയിട്ട്, അല്ലെങ്കിൽ ലേറ്റ് ആവും കേട്ടോ കഴുകാൻ നിൽക്കാൻ നേരത്ത്. അപ്പോൾ ലേറ്റ് ആവുന്നത് ഓർത്തിട്ട് ഞാനതിനെ കഴുകിയിടുകയാണ്, വെക്കുകയാണ്. ഇതിങ്ങനെ കഴുകി തീർത്താലും അടുത്ത ഡസൻ കണക്കിന് വരും. അതിനൊരു വഴി കണ്ടെത്തണമെന്നും പറഞ്ഞിങ്ങനെ മാസങ്ങളായി ഞാൻ ഡാഡിയുടെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടപടിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിന്നുണ്ട് വെണ്ടയ്ക്ക തോരൻ, മുട്ടയിട്ട് വെണ്ടയ്ക്ക തോരൻ. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി പച്ചക്കറി എന്ത് കൊടുത്തു വിട്ടാലും തിരിച്ച് സ്കൂളിൽ നിന്ന് അതേപടി പോകും കേട്ടോ. എന്തെങ്കിലും ഫ്രൈഡ് സാധനങ്ങളാണെങ്കിൽ മാത്രമേ അവൻ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്കകത്ത് മുട്ടയിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഈ യൂട്യൂബിലൊക്കെ കണ്ടു കേട്ടോ. വെണ്ടയ്ക്ക തോരൻ വെച്ചിട്ട് അതിനകത്ത് മുട്ടയിട്ട് വെക്കുന്നൊരു പരിപാടി നല്ലതായിരുന്നു. മുട്ടയും തേങ്ങയൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ വെണ്ടയ്ക്ക തോരൻ വെക്കുന്നതാണേ. ഈ പാചകം ചെയ്യുന്ന എന്ത് സാധനമൊന്നും മെയിനും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ അങ്ങ് സ്പീഡിൽ റോബോട്ട് എടുത്ത് ചെയ്യുന്നത് പോലെ അങ്ങ് കാണിച്ചു പോകുന്നതാണേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ വളർന്നു വരുന്നൊരു ചാനലല്ലേ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ വെണ്ടയ്ക്ക വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ തളിച്ച് പച്ചമുളകും വേപ്പിലയും സവാളയൊക്കെ ഇട്ടു. എന്നിട്ട് നമ്മുടെ മഞ്ഞപ്പൊടി ഇരുന്ന് ഉള്ളിട്ട് ഉപ്പ് ഇട്ടിട്ട് വെണ്ടയ്ക്ക ഇട്ടിട്ട് അടച്ച് വെച്ചേക്കെന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതാ വേകുന്ന നേരം കൊണ്ട് സൈഡിലിരിക്കുന്ന ആകെ ഒരു ചെറിയ സ്ലാബാണല്ലോ ഉള്ളത്. അതിങ്ങനെ സൈഡിൽ ഒതുക്കി ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ കഴുകി മാറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇതിനകത്ത് എന്താ പ്രത്യേകിച്ച് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗിൽ റുട്ടീനായിട്ട് നടക്കുന്നത്. ചോറ് കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ രാവിലെ എണീറ്റ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പാട്ടും വെച്ച് റേഡിയോ വയ്ക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ പാട്ടും വെച്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ ശരീരമ പാടുന്ന കണക്ക് പാടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാനിപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് ഇടുന്നത് ഭയങ്കര ലാഗാണ്. മൊത്തത്തിൽ ലാഗ് അടിച്ച് നിന്ന് ഞാൻ ഇത്രയും സ്പീഡിനൊന്നും അല്ല. പയ്യെ പതുങ്ങി തിരിഞ്ഞ് വന്ന് നിന്ന് പിന്നെ ആ വഴി എന്തെങ്കിലും കാണുകയാണെങ്കിൽ ആ വഴി ആ പോക്ക് പോകും. പിന്നെ അവിടുന്ന് അത് ചെയ്ത് തീർത്തിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇതിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. പിന്നെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്തും. പിന്നെ ഇതേ ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്കകത്തൊക്കെ മുട്ട ഇടുന്നതാണ് പരിപാടി. അപ്പോൾ ഇതവൻ കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ കഴിച്ചില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ട് എനിക്കിതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് അറിയാൻ പറ്റി. അവൻ കഴിച്ചില്ല, അതേപടി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വെച്ച് തേങ്ങയും തിരികെ ഇട്ടതാണ് കേട്ടോ. കുട്ടൻ എങ്ങനെയെങ്കിലും ഇത്തിരി പച്ചക്കറി, പക്ഷെ വീട്ടിലാണെങ്കിൽ നമ്മൾ വാരി കൊടുത്തവനെല്ലാം കഴിക്കും. ഈ സ്കൂളിലാകുമ്പോൾ അവരുടെ ഇഷ്ടത്തിനല്ലേ കഴിക്കുന്നത്. അപ്പോൾ അത് കാരണം ചെമ്മീൻ വറുത്തതോ ഉരുളക്കിഴങ്ങ് വറുത്തതോ അങ്ങനെയൊക്കെയാണ് ആൾ കഴിക്കുന്നത്. പിന്നെ എന്തെങ്കിലും സാലഡ് വെച്ച് കൊടുക്കുകയാണ്, ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ സാലഡാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തൈരില്ലാതെയാണെങ്കിൽ കഴിക്കും അവൻ. അല്ലാതെ വേറെ ഇങ്ങനെ പച്ചക്കറി തിന്നുന്ന പരിപാടി ഇല്ല കേട്ടോ. പക്ഷെ എന്തായാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടി കൊടുത്തു വിടുകയാണ്. കഴിക്കുകയാണെങ്കിൽ മിസ് പേടിപ്പിച്ചെങ്ങാനും കഴിക്കുന്നെങ്കിൽ കഴിപ്പിക്കട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ കൊടുത്തു വിടുകയാണ് കേട്ടോ. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീഹരി പച്ചക്കറിയൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ അവൻ കഴിക്കുന്നുണ്ട്, നീയും അവൻ്റെ കൂടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ച് വിടുന്നുണ്ട്. എവിടാ അവൻ തിരിച്ച് അതേപടി കൊണ്ടുവന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഞ്ഞി വാർക്കാൻ പോയതാണ്. അപ്പോൾ രാവിലത്തേക്ക് അവന് ചോറ് കിട്ടുമ്പോൾ എന്തെങ്കിലും പച്ചക്കറിയും അവനുള്ള സാധനങ്ങളൊക്കെ രാവിലത്തേക്ക് തന്നെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യലാണ് കേട്ടോ. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയില്ല കേട്ടോ. വീഡിയോ കാണുമ്പോഴാണ് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ തന്നെ കാണുന്നത്. കാരണം ഒരാഴ്ചത്തിൽ കൂടുതലായി ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഉരുളക്കിഴങ്ങായിരുന്നു. കാരണം എന്തെങ്കിലും
പച്ചക്കറി വെച്ച് കൊടുക്കുകയെന്നാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമില്ലാത്തൊരു കറിയും ഇഷ്ടമുള്ള കറിയും വെച്ച് കൊടുക്കുമ്പോൾ ഏതാ കഴിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വെച്ച് കൊടുത്തു. പക്ഷെ എന്നാലും അവൻ ചോറ് കഴിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ്റെ പുറത്ത് അവന് ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങും വറുത്ത് വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടി വെച്ച്, വേറൊന്നുമില്ല, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നുള്ളു മുളക് പൊടിയോ ഇട്ടിട്ട് അതിങ്ങനെ വറുക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്തോ എടുത്ത് വറുത്തിട്ട് അതിനകത്ത് കരിയായി കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെതാണ് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ എന്താണ് ചെയ്തതെന്ന് ഓർക്കുന്നത് തന്നെ കേട്ടോ. അങ്ങനെ ആ ഉരുളക്കിഴങ്ങ് വറുത്ത് വെച്ചത് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ എൻ്റെ പാടേ പോവുകയാണേ. അപ്പുറത്ത് നിന്ന് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ കണ്ടന്റ് ഉണ്ടെങ്കിലും സമയം കിട്ടുന്നില്ല, എഡിറ്റിംഗ് നടക്കുന്നില്ല. ഇത് തന്നെ എടുത്തു വെച്ചിട്ട് 1 മാസത്തിൽ കൂടുതലായി. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ ഞാൻ അവിടെ കിടന്നിങ്ങനെ വിളിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായി ഇങ്ങനെ എണീറ്റ് പോകുന്നതിൻ്റെ ഇടയിൽ വീഡിയോ കണ്ടത് കാരണം ആ വഴി തന്നെ അങ്ങ് ഓടി കേട്ടോ. അപ്പം ഞാൻ അവന് സോയാബീനും കൂടി വറുത്ത്, അതായത് ഉരുളക്കിഴങ്ങും വെക്കുന്നുണ്ട്, സോയാബീനും കൂടി വെക്കാമെന്ന് ഓർത്തു കേട്ടോ. ഏതെങ്കിലും ദിവസം 2 കറി ഉണ്ടാകത്തുള്ളൂ, പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് കറികളൊന്നും കഴിക്കില്ല എന്ന് അവനുണ്ടെന്നാണെങ്കിൽ ഞാനൊരു സൈഡായിട്ടാണ് പച്ചക്കറി വെക്കുന്നത്. അപ്പം ഇന്ന് സോയയും അവന് ഉരുളക്കിഴങ്ങ് വറുത്തതുമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി സ്ഥിരമാണ്. എണീറ്റ് കഴിഞ്ഞ് നേരത്തെ എണീറ്റാലും ലേറ്റായിട്ട് എണീറ്റാലും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം കളയും. അവസാന നിമിഷം ഒരു 10-15 മിനിറ്റത്തേക്കാണ് അവൻ ഷടപടിയെന്ന് പറഞ്ഞ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങ് വറുത്തത് മാറ്റിയിട്ട് അടുത്തത് നമ്മുടെ സോയാബീൻ, അതും ഇതേപോലെ തന്നെ മസാല ചേർത്തിട്ട് വറുക്കുന്നതാണ് കണ്ടോ കേട്ടോ. ഇപ്പോൾ ഈ മിക്സിയിൽ എന്താ അടിക്കുന്നതെന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് ഞാൻ മിക്സി ചെയ്യുന്നത്, ഒരു പിടുത്തവും ഇല്ല കേട്ടോ. ഇതാണ് പറയുന്നത്, അപ്പപ്പുള്ള പണികൾ അപ്പപ്പ ചെയ്ത് തീർത്തില്ല എന്നാണെങ്കിൽ പിന്നത്തേക്ക് അത് എന്താണെന്ന് ആലോചിച്ച് നമ്മൾ ഇതിന് തലപുകയും. ഇത് അവന് മോരുചാറ് എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ രാവിലത്തേക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിന് മീനൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ അത് നിന്ന് ചെയ്യുന്നത് കേട്ടോ. കാരണം ചെമ്മീനൊക്കെ ആണെന്നാണെങ്കിൽ ഡാഡി കഴിക്കില്ലല്ലോ. അപ്പോൾ സോയയും മോര് കറിയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഡാഡിയും കഴിച്ചോളൂ എന്ന് ഓർത്തിട്ട് മോരും ചെയ്യുന്നുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് 2ാമത്തെ കുട്ടിപ്പട്ടാളം ഇളയവൻ എണീറ്റ് വന്നിട്ട് എന്നെ വിളി തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ അവിടുത്തെ പൊസിഷൻ മാറ്റി ഇപ്പുറത്തേക്ക് പൊസിഷൻ വെച്ച് നോക്കാം എന്നുള്ള രീതി വെച്ചാണ് കേട്ടോ. പക്ഷെ എത്രത്തോളം നമുക്ക് വീഡിയോ കിട്ടിയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മോര് ചാറ് താളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. വെള്ളി വീണിട്ടുണ്ട് കേട്ടോ, ക്ഷമിച്ചേക്കണേ. നമ്മൾ ഈ സ്പീഡിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ചില നേരമൊക്കെ വെള്ളി വീഴും, ചില നേരമൊക്കെ ആ എഡിറ്റ് ചെയ്തിട്ട് പിന്നെയും വോയിസ് ഓവർ ചെയ്യാമെന്ന് ഓർക്കും. പിന്നെയും മടി കാരണമല്ല, പിന്നെയും എന്തിനു പിന്നെ തിരിച്ചു ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ നിന്ന് അത് തന്നെ ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ ഇടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അപ്പുറത്തെ വശത്ത് മോര് ചാറും ഇപ്പുറത്ത് സോയ വറുത്തതും നടുക്ക് നമ്മുടെ വെണ്ടയ്ക്ക തോരനുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയായി. അപ്പോൾ ഞാനത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഷട്ടപ്പടി ഇതൊക്കെ എന്തോരം നേരം എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അറിയാമോ രാവിലെ എണീച്ചിട്ട്. പക്ഷെ ഇത് ഇങ്ങനെ സ്പീഡിലിട്ട് കാണുമ്പോൾ ഒരു സുഖമാണ്, കാരണം വേഗം തീർന്നല്ലോ എന്ന്. ഇത് കുമ്പളങ്ങയാണ് കേട്ടോ, കുമ്പളങ്ങ വേവിച്ച് വെച്ചേക്കുന്നതായിരുന്നു, അതും കൂടി മോരുചാറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ ചാറും മോരുചാറും ഇവിടെ അങ്ങനെയാണ് കേട്ടോ. കൊച്ചിയിലൊക്കെ കുമ്പളങ്ങ ചാറാണ് മോരുചാറിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഇവിടുത്തെ കാര്യം എനിക്കറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കൊച്ചിയിലെന്ന് പറഞ്ഞത്. രാവിലത്തെ പണികളൊക്കെ ഷടപടിയെന്ന് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയും കാര്യങ്ങളും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നതാണ്, ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തു പോകും കേട്ടോ. പിന്നീട് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല പണികളിൽ പോകുന്ന കാരണം എനിക്ക് അതിനൊന്നും നേരം കിട്ടാറില്ല. ഇപ്പോൾ ഇതിപ്പോൾ ഇന്ന് രാവിലെ നിന്ന് എല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഇറങ്ങും. ഡാവിക്കുട്ടനെ അമ്മമ്മയുടെ അങ്ങ് ഏൽപ്പിച്ചിട്ട് എനിക്കും ക്ലാസ്സിന് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് സോയാബീൻ വെച്ച് തീ കൂട്ടി വെച്ചാണ് കേട്ടോ, സ്പീഡിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കരിഞ്ഞു കേട്ടോ. ചട്ടി കരിഞ്ഞതിൻ്റെയാണ്, സോയ കരിഞ്ഞിട്ടുണ്ടായില്ല, ചട്ടി കരിഞ്ഞതിൻ്റെയാണ് ആ ഒരു പുക വന്നത് കേട്ടോ. അപ്പോൾ അതെടുത്ത് കയ്യോടെ മാറ്റുന്നുണ്ട്. അടുത്ത ചട്ടിയും വെച്ചു കേട്ടോ. അതെന്തിനാന്ന് ഞാനിപ്പം നിങ്ങളുടെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ജോക്കുട്ടൻ ചേട്ടായിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ സ്റ്റൗ അവിടെ വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയിരിക്കുന്ന കുറച്ച് അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്, ഡ്രസ്സും ബാഗും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഡാഡി വഴക്ക് പറയുകയാണ് കേട്ടോ. രാവിലെ പിന്നെ നല്ല യുദ്ധമായിരുന്നു അന്നത്തെ ദിവസം. കാരണം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതും കണ്ടു ആക്കൊന്നും ചെയ്യാനും വയ്യ. പിന്നെ നിന്ന് എൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് അവനെ റെഡിയാക്കി പറഞ്ഞു വിട്ടു. പിന്നെ കാണുന്ന അടുക്കളയാണ് നിങ്ങൾ കണ്ടത്. എങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി ഒതുക്കി വെച്ചതായിരുന്നു. പിന്നെ ആ അടുക്കളയുടെ ഇങ്ങനെയായി. ഇനി അടുത്ത നമ്മുടെ ഡാവിക്കുട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി അവന് ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ.
അപ്പം ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഒത്തിരി പണികൾ, ഇപ്പോൾ ഇതേ ഞാൻ അലക്കാനുള്ള തുണി എടുത്തിട്ട് വന്നപ്പോഴേക്കും അവൻ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് വാതിക്കയിലിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മുടെ ഡാവിക്കുട്ടൻ കണ്ടത്. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി പോകുന്ന നേരം അവനിങ്ങനെ താളം പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ അതിൽ ടേബിളിൻ്റെ കോലവും അടുക്കളയുടെ കോലവും വേഗം ചോറും കറികളെല്ലാം എടുത്ത് വെക്കലും ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ക്ലാസ്സിൽ പോക്ക് കണക്കായി. അപ്പോൾ ഞാൻ എന്തായാലും ഓർത്തു ഒന്നും ഒരിടത്തും എത്തിയില്ല. അപ്പോൾ ഇന്ന് പോകുന്നില്ല. അത് കാരണം ഞാൻ ഇന്ന് ക്ലീനിങ്ങിലും പാത്രം കഴുകാനുണ്ട്, ടേബിൾ ഒതുക്കാനുണ്ട്, കുറച്ച് തുണി മടക്കാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇന്ന് ക്ലാസ് സ്കിപ്പ് ചെയ്തു. ഡാഡി വരുമ്പോൾ എന്നെ ശരിയാക്കാം കേട്ടോ. കാരണം നമ്മുടെ ഡാവിക്കുട്ടനെ ഫുഡും കൊടുത്ത് കുളിപ്പിച്ചൊരുക്കി ഡാഡിയുടെ കൂടെ ഓഫീസിൽ പോയപ്പോൾ അമ്മാമ്മയുടെ അങ്ങോട്ട് ആക്കി. അവനുണ്ടെന്നാണെങ്കിൽ എനിക്ക് പിന്നെയും കുറച്ച് നേരം ഇപ്പോൾ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ഇരുന്ന് പഠിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അത് ഡാവിക്കുട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ ഞാൻ കൊണ്ടാക്കിയില്ലേന്ന് ആലോചിക്കും കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ചേട്ടായി പോയി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഡാവിക്കുട്ടനെ ആക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഞാനും കാണുന്നത്. ഡാവിക്കുട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. ഇനി അവനെ നമ്മൾ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് അവനെ ഡാഡിയുടെ കൂടെ അമ്മാമ്മയുടെ കയ്യിലോട്ട് പറഞ്ഞു വിടും. ഇപ്പോഴൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ ക്ലാസ്സിൽ പോകുന്നില്ല എന്ന്. പിന്നീടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡി പോകുമ്പോൾ ക്ലാസ്സിൽ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊന്ന് പെരയൊക്കെ ഒന്ന് ഒതുക്കി തൂത്ത് ഈ ഒരു പ്ലാനിങ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇന്ന് ഞാനിവിടെ ഒതുക്കയോ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നു. ടെൻഷൻ കാരണം ഇത് ഒതുക്കി വെച്ചിട്ട് പോകാനുള്ള മനസ്സിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ ഇത് ചെയ്ത് തീർക്കാം, ക്ലാസ്സിൽ പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇന്ന് അവിടെ ഹോളൊക്കെ ഒന്ന് അടിച്ചൊതുക്കി ഇട്ടിട്ട് ടേബിളൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് കുട്ടന്മാർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും. സ്കൂൾ ബാഗ്, ഫുഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ അമ്മാമ്മയ്ക്ക് എന്തൊക്കെ എടുത്തു വെക്കാനുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ ഇരിപ്പുണ്ട് കേട്ടോ. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ടേബിളിൽ എടുത്ത് വെക്കുന്നതാണ്. ടേബിളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഓർക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഓർത്തിട്ട് ഇരിക്കുന്നത് ഒരാഴ്ചയൊക്കെ ഉള്ളിലായി കേട്ടോ. ഡാവിക്കുട്ടൻ എൻ്റെ ഒപ്പം ഇങ്ങനെ വണ്ടിക്കകത്ത് അപ്പുറത്ത്. അപ്പോൾ ഞാൻ ഇപ്പുറം അടിക്കുമ്പോൾ അവൻ അപ്പുറത്തേക്ക് ആക്കിയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരാൻ വേണ്ടി യുദ്ധമായിരുന്നു. അങ്ങനെ എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. ഞാൻ ഒതുക്കാൻ കയറുമ്പോൾ അറേഞ്ച്മെൻറ്റ്, അതായത് ഇങ്ങനെ ചെയ്തിട്ടേക്കുന്ന സാധനങ്ങൾ തിരിച്ച് എനിക്ക് ഓരോ മാസം വരുമ്പോൾ അമ്മ ചോദിക്കും, ഇതെന്താടി അവിടെ കിടന്ന് ടേബിളിൽ കയ്യും കാലം ഉണ്ടായിരുന്നു ഇപ്പുറത്തേക്ക്. എനിക്കിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഒരു ചേഞ്ച് എപ്പോഴും ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഈ ഒതുക്കി വിടുമ്പോൾ അങ്ങോട്ട് സെറ്റ് ഇപ്പുറം വരും, ടേബിൾ അങ്ങോട്ട് വരും. ഇപ്പം കാണുന്ന നിങ്ങളെൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കഴിഞ്ഞ ഏതൊക്കെയോ ഒരു ക്ലീനിങ് വ്ളോഗിലും ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തേക്ക് ഉദ്ദേശം ഇങ്ങനെ കിടന്ന ടേബിള് അങ്ങനെ നീക്കിയിടാനുള്ള വീണ്ടും ഒരു ചേഞ്ച് എന്നുള്ളൊരാഗ്രഹം. ഇങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് പെട്ടെന്ന്. ഇത് നമ്മുടെ മല്ലു ഫാമിലി, ഞാൻ അവിടെ പോയി മതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ എന്തായാലും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. മല്ലു ഫാമിലിയിൽ സുജൻ ചേട്ടൻ വാങ്ങിക്കുന്ന ഒരു റീല് കണ്ടിട്ട് ഇവിടെ കുട്ടന്മാർ നമ്മൾ പെയിൻ്റ് അടിക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് നമ്മുടെ റൂമിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതിലൊരു ചെറിയ പണിയൊക്കെ കിട്ടിയിരിക്കുന്നത് കാരണം പെയിൻ്റ് അടി അവിടെ അങ്ങനെ പകുതിക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, പെയിൻറ്റിങ്ങിലിട്ട് നിൽക്കുകയാണ്. പക്ഷേ അപ്പം ഞാൻ സുജൻ ചേട്ടൻ്റെ നമ്മൾ പറഞ്ഞു വന്നത് മല്ലു ഫാമിലിയിൽ സുജിൻ ചേട്ടൻ ഇങ്ങനെ ഒരു റീലിട്ടായിരുന്നു. ഇങ്ങനെ മതിലുരച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ കാണിച്ചത് 1-2 വരെയാണ്. എൻ്റെ മതിലിൽ മുഴുവൻ വരെയും കുത്തും സ്കെച്ചും കൺമഷിയും മൊത്തത്തിൽ ഉണ്ട്. അപ്പം സ്കെച്ചും ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. ഒരു 6 സെറ്റോളം വാങ്ങിച്ചു കേട്ടോ. തുടച്ചു കഴിഞ്ഞപ്പോഴേക്കും മതിലിൻ്റെ പെയിൻ്റ് അടക്കം പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീലായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കാണുന്നത് എനിക്ക് വിഷമൊന്ന് വയ്യാതെയായി കേട്ടോ. അപ്പം ഞാൻ ക്ലാസ്സിന് പോകുന്നില്ല, നമ്മുടെ ഡാവിക്കുട്ടനെ ഡാഡിയായിട്ട് പറഞ്ഞു വിട്ട് എന്നുള്ളതൊക്കെയാണ് കാണുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ അപ്പമായിരുന്നു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞ് രാവിലത്തെ ടേബിളിലെ സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി തുടങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത ഒതുക്കാണ് കേട്ടോ. ഈ ടേബിളൊന്ന് ഒതുക്കണം. മാങ്ങയൊക്കെ ഇരുന്ന് ചീത്തയായി പോയി കേട്ടോ. ഇപ്പം മാങ്ങയുടെ സീസണാണെന്നും പറഞ്ഞ് മാങ്ങ ഏത്തപ്പോഴൊക്കെ പപ്പാപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അത് അവിടെ ഇരുന്ന് തിന്നാതെ ബാക്കിയൊക്കെ കഴിച്ചു കേട്ടോ. വലിയ മാങ്ങയൊക്കെ കഴിച്ചു. 2 മാങ്ങ ഡാഡിയാണോ ആരോ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ആരോ വാങ്ങിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ 3 പേരും അത് കഴിക്കാൻ സമയം കിട്ടാഞ്ഞത് കാരണം ഇതിങ്ങനെ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. ഇത് ഇച്ചിരി എന്താണെന്നറിയാൻ പറയട്ടോ, സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ സുഖമായിട്ട് ഞാൻ വലിച്ചിടുന്നതായിരുന്നു. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. വലിച്ചിട്ടും നീക്കിയിട്ടൊക്കെ ഒന്നും നീങ്ങുന്നില്ലായിരുന്നു. സ്റ്റക്കായിട്ട് എന്തോ തട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കസേരയൊക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ട് വലിച്ചപ്പോൾ പിന്നെ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇടാനാണ് ഇപ്രാവശ്യം വിചാരിച്ചേക്കുന്നത്. അടുത്ത മാസം വീണ്ടും ക്ലീനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് ഞാനിങ്ങനെ അടുക്കുകയും തൂക്കുകയും. ഇപ്പോൾ ക്ലീനിങ് നമുക്ക് പൊടിയൊക്കെ തട്ടൽ നമുക്ക് മറ്റേ വോക്കം ക്ലീനർ ഉള്ളത് കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കാരണം നമുക്കിങ്ങനെ ഡീപ്പ് ക്ലീനിങ് എപ്പോഴും വേണ്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ട് അതിൻ്റെ അടിയിലുള്ള പൊടിയൊക്കെ തുടയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്.
ഇത് ഒത്തിരി ലെങ്തി വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പയ്യെ പതുങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പയ്യെ സമയം എടുത്താണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ കാര്യങ്ങൾ കട്ട് ചെയ്തൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നത്. ഒരു സൈഡിൽ വീഡിയോ വെച്ചിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോന്ന് എടുക്കുന്നത്. പക്ഷേ തിരിച്ച് വെക്കേണ്ട ആവശ്യകത ചില നേരങ്ങളിലൊക്കെ വരുന്നു. വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ എൻ്റെ പാടുന്നതാക്കി പോകും കേട്ടോ. പിന്നെ അപ്പുറമൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇതേയും സെറ്റിയുടെ പുറത്തൊക്കെ തുണികളൊക്കെ എടുത്തിട്ടുണ്ട് വിരിക്കാമെന്നും പറഞ്ഞ്, കവറെല്ലാം വിരിക്കാമെന്നും പറഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. നടപടിയാവോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അവസാനം ഞാൻ അവിടെയൊക്കെ തൂത്തു, ഒന്ന് വാക്കം വിളിച്ച് ക്ലീൻ ചെയ്തു. പക്ഷെ ക്ലീനിങ് ഒന്നും ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പോകുന്ന വഴിയെ തന്നെ എനിക്ക് വീട്ടിൽ സ്പീഡിന് ചെയ്ത് തീർക്കാനുള്ള കണക്ക് കവറെല്ലാം വിരിച്ചു, സെറ്റിയിലെല്ലാം ക്ലീൻ ചെയ്തു, ടേബിൾ എല്ലാം നീറ്റാക്കി കേട്ടോ. അപ്പോൾ ഇനി അവൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ അമ്മാമ്മ അവനൊരു സർപ്രൈസ് സ്കൂൾ തുറന്ന സമയം തുടങ്ങിയൊരു സർപ്രൈസിങ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലോങ് വീഡിയോ കണ്ടവർക്ക് ഷോർട്ടിൽ എന്തായാലും എന്താണ് സർപ്രൈസ് എന്ന് വൈകാതെ വരും കേട്ടോ. അപ്പോൾ ആ ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോഴത്തേക്കും ഇപ്പുറത്തെ റൂമിലേക്ക് വന്നു കേട്ടോ. ഇപ്പുറത്തെ റൂമിൽ അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, കാരണം ഓൾമോസ്റ്റ് ഞാൻ ടോയ്സ് എല്ലാം ഒതുക്കി ആ ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ ആ സിങ്കിൽ കിടക്കുന്ന കുറച്ച് പാത്രം, എൻ്റെ സിങ്കിൽ എപ്പോഴും ഇങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത്, പക്ഷേ എപ്പോഴും ക്ലീൻ ചെയ്താലും ഇങ്ങനെ ഒത്തിരി പാത്രങ്ങൾ കണ്ടിന്യൂസ് നമ്മൾ എടുക്കുന്നത് കാരണം കുട്ടന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മുടെ സിങ്കിൽ ഏത് നേരവും പാത്രം ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇപ്പോഴത് ഇങ്ങനെ കിടക്കുന്ന സിങ്ക് കണ്ടോ. അപ്പം അവിടെ ആ സിങ്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് അവിടുത്തെ പാത്രമൊക്കെ കഴുകി ഒതുക്കിയിട്ട് ഇപ്പുറത്തേക്ക് വാതിക്കലേക്ക് നേരത്തെ രാവിലെ ഇട്ട തുണിയൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വിരിച്ചിടുന്നതും പിന്നെ അലക്കാനുള്ളതൊക്കെ പിറക്കി അതിനകത്തോട്ട് ഇടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ദിവസവും ഞാനിങ്ങനെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും ഒതുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒതുക്കിയപ്പോൾ നമ്മുടെ മെഷീനൊക്കെ കൊണ്ടുവന്ന് പുറത്തൊക്കെ വെച്ചു. ഇവിടെ വാതുക്കടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ നടപടി ആയില്ല. ഇപ്പോൾ ഇത് ഞാൻ തുണിയൊക്കെ അലക്കാനുള്ളതൊക്കെ പൂട്ടി അലക്കി ഒതുക്കിയെടുത്ത് വാതുക്കിയെന്ന് മാറ്റി നീറ്റാക്കി വാതുക്കടം ക്ലീനാക്കി ഇട്ടിട്ടേക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പിന്നെയും വന്നിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു കഴുകുന്ന അവിടെ സിങ്കൊക്കെ ഒന്ന് കഴുകി ആ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് നീറ്റാക്കി ഇട്ടു കേട്ടോ. ഇനി അടുക്കളയൊന്ന് തൂത്തിടാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇത് ഒരാഴ്ചത്തേക്ക് മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയാണ് കാണുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി എന്തെങ്കിലും മീനോ അല്ലെങ്കിൽ ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ വൈകുന്നേരത്തേക്കായിരിക്കും പരിപാടി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ അടുക്കളയും തൂക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി ആകുമ്പോൾ എൻ്റെ നടു ഒടിഞ്ഞു പോകും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം രാവിലെ ഈ തുടയ്ക്കുന്നതൊക്കെ ഒരു നേരം കിട്ടുമ്പോഴൊക്കെയാണ് തുടയ്ക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വാരിപ്പറക്കി ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി എടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളേ. ഇത് തുടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ ഓരോ റൂമൊക്കെ വെച്ചിട്ട് തുടക്കി എടുക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ഥിരം തുടയ്ക്കുന്ന പരിപാടി നമ്മുടെ ഡാവിക്കുട്ടൻ ചീച്ചു മുള്ളുമ്പോഴും അവൻ എന്തെങ്കിലും ഇപ്പോൾ തന്നെ ഞാനിത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ തുടച്ചിട്ട് വന്നതാണ്. അവൻ മാങ്ങയൊക്കെ അവിടെ ആക്കിയിട്ട് ഇട്ടേക്കായിരുന്നേ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ തുണിയും കാര്യങ്ങളൊക്കെ ഒതുക്കി മടക്കി അവൻ്റെ അലമാരിൽ, നമ്മുടെ ചോക്കുട്ടൻ ചേട്ടൻ്റെയും ഡാവിക്കുട്ടൻ്റെ അലമാരിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് എല്ലാ തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടുന്ന് വാക്വം ക്ലീനറൊക്കെ എനിക്കെടുത്ത് പൊക്കത്തേക്ക് വെക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെയാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പരിപാടി തീർന്നിട്ടില്ല. ഇന്ന് നൈറ്റ് വരെ ഓട്ടമാണ്. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ചോക്കുട്ടൻ ചേട്ടായി ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ബോക്സിങ് വൂഷുവിൻ്റെ ക്ലാസ്സിന് പോകും കേട്ടോ. അപ്പോൾ വൂഷുവിൻ്റെ ക്ലാസ്സിന് ഞാനാണേ കൊണ്ടുപോകുന്നത്. ഡാവിക്കുട്ടനെ ഉണ്ടെന്നാണെങ്കിൽ ഡാവിക്കുട്ടനെയും കൊണ്ടിട്ട് അമ്മാപ്പൻ്റെ വീട്ടിലോട്ട് ആക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഡാവിക്കുട്ടനെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായില്ല, അപ്പാപ്പനുമായിട്ട് അവിടെയായിരുന്നു കേട്ടോ. അപ്പം ഇത് ചേട്ടായി ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് റൊണാൾഡോയുടെ കളി കാണണം എന്നൊക്കെ പറഞ്ഞ് നിന്ന് ആക്ഷൻസൊക്കെ കാണിക്കുന്നതാണ്. അന്ന് രാത്രി തന്നെയായിരുന്നു റൊണാൾഡോ ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചത് കേട്ടോ. അപ്പോൾ അവന്മാരുടെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടിട്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടന്മാരുടെ കളിയൊക്കെ കണ്ടിരുന്നു. പിന്നെ രാത്രിയപ്പോൾ കിടന്നുറങ്ങി കേട്ടോ. വലിയ പ്രത്യേകിച്ച് പരിപാടികൾ പിന്നെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡാവിക്കുട്ടനും ജോക്കുട്ടൻ ചേട്ടായും ഒരേ GC കിട്ടുന്നുള്ള പ്രകടനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.